നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ എറ്റിയോളജി അഥവാ കോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 50% ഹെറിഡിറ്ററി ഫാക്ടേഴ്സും 50% എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സുമാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാരണങ്ങളായിട്ട് നിലവിലെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, നെഗ്ലെക്റ്റ്, അതായത് കുട്ടിയോട് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, കുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ആക്ഷേപിക്കുക, നാണം കെടുത്തുക, കുട്ടിയിൽ കുറ്റബോധം ഉളവാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ പ്രവൃത്തികളോ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, ഇമോഷണലി അവൈലബിൾ ആകാതിരിക്കുക, ഇമോഷണൽ ഇൻവാലിഡേഷൻ. അപ്പം ഇവയൊക്കെ തന്നെയും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ആകുന്നതിന് സാധ്യത കൂടുതലാണ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ബിഹേവിയറൽ ഇൻഹിബിഷൻ, മുതിർന്നവർ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ, പ്രധാനമായിട്ടും കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ബിഹേവിയറൽ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു ട്രെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് കുട്ടിയിലേക്കും ആ ഒരു ട്രെയ്റ്റ് എത്തും. ബിഹേവിയറൽ ഇൻഹിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക, സ്ട്രേഞ്ചേഴ്സിനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആൾക്കാരെ പരിചയപ്പെടുന്നതിലൊരു മടി, ഒരു ഷൈനസ്, ഒരു നാണക്കേട്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാൻ, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സോഷ്യലി ഒരു ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ, അതാണ് ബിഹേവിയറൽ ഇൻഹിബിഷൻ. അപ്പോൾ ഇത് കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും, പ്രധാനമായിട്ടും കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്ററി വഴി തന്നെ കുട്ടിയിലേക്കും ആ ഒരു ട്രെയ്റ്റ് എത്തിയേക്കാം. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടെ പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ കുട്ടിയോട് ബിഹേവ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം കുട്ടിക്ക് ഇമോഷണലി അവൈലബിൾ അല്ലാതിരിക്കുക, ഇമോഷണൽ ഇൻവാലിഡേഷൻ, കുട്ടീനെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക, കുട്ടിയുടെ റെസ്പെക്റ്റ് ഇല്ലാതിരിക്കുക, ഈ പെരൻ്റൽ ഇൻടോളറൻസ്, ഇവയൊക്കെ തന്നെ കുട്ടിയിലൊരു വർത്ത്ലെസ് ഫീലിംഗ് ഉളവാക്കും. അതായത് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല. കുട്ടിയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫീലിംഗാണ് കുട്ടിയിൽ ഡെവലപ്പ് ആകുന്നത്. അതുവഴി തന്നെ കുട്ടിക്ക് മറ്റുള്ളവരെ ആരെയും ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഒരു മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ആകും. ഈ മിസ്ട്രസ്റ്റ് പലപ്പോഴും ഒരു അറഗൻ നേച്ചറായിട്ടാണ് പ്രകടമാകുന്നത്. കുട്ടി എല്ലാവരോടും ഒരു അറഗൻ നേച്ചറാകും. കുട്ടിയിലുള്ള ഈ അറഗൻ നേച്ചർ കാരണം മറ്റുള്ളവർക്കും കുട്ടിയോടൊരു സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാകും. അത് കുട്ടീനെ കൂടുതൽ ഐസൊലേഷനിലേക്ക് തള്ളിവിടും. ഒറ്റപ്പെട്ട് അവർ ബാക്കിയുള്ള ഗ്രൂപ്പിലൊന്നും ഇടപെടാതെ, കാരണം എപ്പോഴും ഒരു അറഗൻ നേച്ചറായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ ട്രസ്റ്റ് ഇല്ലാണ്ടാകും. മറ്റുള്ളവരുടെ ട്രസ്റ്റ് കുറയും. അപ്പോൾ ഈ ഒരു സൈക്കിൾ അവരിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇത് അഡോളസൻസിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ ഏത് തരം അബ്യൂസ് ആണെങ്കിലും, ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിലും, ഇമോഷണൽ അബ്യൂസ് ആണെങ്കിലും, നെഗ്ലക്റ്റ് ആയാലും, ഏത് അബ്യൂസ് ആണെങ്കിലും അത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് അബ്യൂസ് എന്ന് പറയുന്നത്. 4 മടങ്ങ് സാധ്യത കൂടുതലാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാനായിട്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡെവലപ്പ് ആകാനും ഒക്കെ തന്നെ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒന്നാണ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ എപ്പോഴും അത്തരത്തിലുള്ള അബ്യൂസിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അത് എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഉണ്ടാക്കാൻ പാടില്ല. പിന്നീട് പലപ്പോഴും നമ്മൾ ഒരു അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഡെവലപ്പ് ചെയ്തൊരു അഡൾട്ടിനെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും ഒക്കെ ഒരു ആങ്സൈറ്റി ട്രെയ്റ്റ്, ഇത്തരത്തിലുള്ള ഒരു ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് കുറച്ചൊരു സോഷ്യൽ ഇൻഹിബിഷനും അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ട്രെയ്റ്റ്സ്, ഒരു ബിഹേവിയറൽ ട്രെയ്റ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും ഒക്കെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സാവധാനത്തിൽ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും ഒക്കെ തന്നെ, പ്രധാനമായിട്ടും അഡോളസൻ ഏജിൽ, കൗമാര കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന എമേർജിങ് ട്രെയ്റ്റ്സ് ഒക്കെ നമുക്ക് കുട്ടികളിൽ നോട്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള
ബിഹേവിയറൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഡീവിയൻ ബിഹേവിയറോ ഒക്കെ കുട്ടികളിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ, അധ്യാപകരോ രക്ഷകർത്താക്കളോ ആരെങ്കിലും ഒക്കെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. ഇൻ്റർവെൻഷൻ, കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്താ പറയുക, കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഏർലി ഇൻ്റർവെൻഷൻ ഏത് കാര്യത്തിലായാലും വളരെ നല്ലതാണ്. പിന്നീട് പേഴ്സണാലിറ്റിയൊക്കെ വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം അത് ക്യൂറബിൾ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഉള്ളത്. എന്താണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ബിഹേവിയറൽ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി ആ വ്യക്തിയുടെ ഫങ്ഷനിങ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഒരിക്കലും ഡെവലപ്പായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി സ്ട്രക്ചറിനെ നമുക്ക് അപ്പാടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു എമേർജിങ് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സാധ്യത വളരെ കൂടുതലാണ് ബെറ്ററായിട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു അത്തരത്തിലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക കറക്റ്റ് ആക്കാനായിട്ട് അവിടെ സാധ്യത കൂടുതലാണ് എമേർജിങ് സ്റ്റേജ് ആണെങ്കിൽ. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് സമയത്തും അഡോളസൻ്റ് ഏജിലും ഒക്കെ തന്നെ കുട്ടികളിൽ ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീവിയൻ ബിഹേവിയേഴ്സൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അതിൽ ഇടപെടുക, പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക, ഇൻ്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.